ഇത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ കൃഷിഭവൻ പരിധിയിലെ ഭാസ്കരേട്ടന്റെ വാഴത്തോട്ടമാണ്. മാതൃകാ പ്രദർശന തോട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കർഷകരെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പഞ്ച് കവറിംഗ് മെഷീനും അതുപോലെ തന്നെ കോളർ റിങ്, അതായത് ഏറ്റവും മുകളിൽ ഇടുന്ന ആ ഒരു റിങ്ങുമാണ് നമ്മളിവിടെ കർഷകർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണം മാഡം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നും കുത്താണ്ട് തന്നെ ഒരു പക്ഷികളോ അല്ലെങ്കിൽ വവ്വാലിന്റെ ആക്രമണമൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത്. ഇതിപ്പോ SC/ST, അതായത് ഇപ്പോൾ പട്ടികജാതി അവർക്ക് വേണ്ടിയിട്ട് ഒരു 5 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അതിന്റെ കവറാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്കിവിടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരും. പിന്നെ ആർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതിപ്പോൾ ഓരോരുത്തർക്ക് 75 കവർ വെച്ചാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആദ്യത്തെ സീസണിൽ നിങ്ങൾ തന്നെ ഒന്ന് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഒന്നിൽ ഇടുന്നതിനും ഇടാത്തതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലേ മറ്റുള്ളവർക്കും അതൊരു ചെയ്യാനൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ റിങ്, അപ്പോൾ ഈ റിങ് നമുക്കറിയാം, വാഴകൃഷിയിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നതിൽ വേറൊരു ചിലവാണ് ഈ താങ്ങ് കൊടുക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിങ്ങിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും മേള കൊല വരുന്നതിന്റെ താഴെയായിട്ട് ഈ ഒരു റിങ് എല്ലാ വാഴയിൽ ഇട്ടിട്ട് ഈ 2 വാഴകൾ തമ്മിൽ ഈ റിങ്ങിൽ നമ്മൾ കണക്ട് ചെയ്താൽ മതി. ആ ഒരു ഇതില് വാഴയിൽ നമുക്ക് ഒരു ക്ഷതം ഏൽക്കുന്നില്ല. നമ്മളിപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുമ്പോൾ ഈ 2 റിങ്ങുകൾ തമ്മിൽ മാത്രമേ കണക്ട് ആവുന്നുള്ളൂ. ഈ ഒരു റിങ്ങും അടുത്ത വാഴയിലെ അടുത്ത റിങ്ങും തമ്മിൽ കണക്ട് ആവുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് മാത്രം ഓരോ താങ്ങ് കൊടുത്താൽ മതിയായിരിക്കും. ഈ ലാസ്റ്റും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ലാസ്റ്റും ഓരോ താങ്ങ് കൊടുത്തിട്ട് ഇതിൽ നിന്ന് വലിച്ച് കെട്ടിയാൽ മതി. അപ്പൊ ഇന്റർ കണക്ട് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ഒരേ പൊസിഷനിൽ അങ്ങ് നിന്നോളും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇതും ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഇത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ചീത്തയാവുന്നൊരു ഇതല്ല, ഒരു കൂടിയ മെറ്റീരിയലാണിത്. പരമ്പരാഗതമായി വാഴയുടെ ഉണങ്ങിയ ഇലകൾ വെച്ചോ ചാക്ക് വെച്ചോ ഒക്കെ വാഴക്കുല മറയ്ക്കുന്ന രീതിയാണ് ഈ കർഷകരെല്ലാവരും പിന്തുടരുന്നത്. നിങ്ങൾക്ക് ഇതിപ്പോൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം വേറെ മേടിക്കണമെങ്കിൽ മേടിക്കാം. അല്ലെങ്കിൽ തൃശ്ശൂർ ഹരിത അവിടെയുണ്ട്, കുറെ സ്ഥലത്ത് ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഓക്കെ, വലിയ കോസ്റ്റൊന്നുമല്ല. അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് വൺ ടൈം യൂസ് ആണ്. ഓക്കെ, ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. വലിയ വിലയൊന്നും ഇല്ല, നമുക്ക് ലോക്കലി കിട്ടും. ഓക്കെ, സാധാരണ റബ്ബർ ബാൻഡ് അല്ല, കുറച്ചുകൂടെ വലിപ്പമുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാലോ. കുറച്ച്, അതായത് ഈ ഒരു റൗണ്ട് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ കണക്കിനുള്ള സൈസ് ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാനല്ലേ. എന്നാൽ ഇതിന് പരിഹാരമായി കേളപ്പാജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജ് വികസിപ്പിച്ചെടുത്ത ഒരു ഉപകരണം പരിചയപ്പെടുത്തുന്നതിനാണ് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരും മലപ്പുറം KVKയിലെ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഗുണനിലവാരം കൂടിയ കയറ്റുമതിക്ക് അനുയോജ്യമായ വാഴക്കുലകൾ ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ പലതരം ഫംഗൽ രോഗങ്ങളിൽ നിന്നും കീടങ്ങളുടെയും പക്ഷികളുടെയും ആക്രമണത്തിൽ നിന്നും വാഴക്കുലയെ നമുക്ക് സംരക്ഷിക്കാം. ഉപകരണം വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവർക്ക് KVK മലപ്പുറവുമായോ അല്ലെങ്കിൽ KVK തിരുവനന്തപുരവുമായോ ബന്ധപ്പെടാം. ഫുള്ളായിട്ട് താഴ്ന്നു കൊടുക്കും. അപ്പൊ ആണിക്ക് കൊടുക്കണം ആദ്യം. കവർ കുറച്ച് വലിപ്പം കൊടുക്കണം. ശരിയാ, ഇനി വെച്ചാൽ മതി. ബഞ്ച് കവർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാഴക്കൊല മൂടുന്ന ഒരു സിസ്റ്റം വളരെ മുൻപ് തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അതൊക്കെ ഒന്നും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. വാഴക്കൊലയെല്ലാം നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഉണ്ടാവും. അതൊരു മോഡൽ എന്നുള്ള നിലയിൽ നമ്മൾ ഫസ്റ്റ് കാണുകയാണ്.
നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. നേരത്തെ ഐഡിയ പറഞ്ഞല്ലോ, അത് മുമ്പേ ഉണ്ട്, പക്ഷെ നമ്മളാരും അതിലേക്ക് പോയിട്ടില്ല. കാരണം അതിന്റെ ചിലവ് കൂടി ആക്കണ്ടെന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പോകാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതൊരു മാതൃകയായിട്ട് നമ്മുടെ നാട്ടിലെ അത് ജനിക്കട്ടെ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൽ യാതൊരു കേടുപാടും ഇല്ലാതെ രീതിയിലേക്ക് അത് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പുതിയൊരു ടെക്നോളജി പരിചയപ്പെടുത്തുന്നതിനും അതിന്റെ പ്രദർശനവും അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരെ ഒഴിച്ചു കൂടെ ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിൽ നന്ദി പറയുകയാണ്.